الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വളരെ ഗൗരവത്തോടുകൂടെ ആമുഖമായി വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൻ്റെ ഏതേത് സാഹചര്യങ്ങളിലും അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് വിധേയമായി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്നു, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഇന്നീ ലഅഖിറു ഫീമാ ബൈന മിൻബരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ഹുജ്റതി ആയിഷത മഗ്ശിയൻ അലയ്യ. ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിമ്പറിൻ്റെയും ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടിൻ്റെയും ഇടയിലായിക്കൊണ്ട് ബോധരഹിതനായി വീഴാറുണ്ട്. ഫയജീഉൽ ജാഇ ഫയളഅ റിജ്ലഹു അലാ ഉനുഖി. അങ്ങനെ ഒരാൾ വന്ന് എൻ്റെ കഴുത്തിൽ അവരുടെ കാല് വെക്കാറുണ്ട്. വയുറാ അന്നി മജ്നൂൻ. അവർ കരുതുന്നത് എനിക്ക് ജിന്ന് ബാധിച്ചതാണ് എന്നാണ് കരുതുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വമാ ബി മിൻ ജുനൂൻ. എനിക്കൊരു ഭ്രാന്തുമില്ല, ഒരു ജിന്നുബാധയും എനിക്കില്ല. മാ ബി ഇല്ലൽ ജൂഅ്. വിശപ്പ് കൊണ്ട് മാത്രമാണ് ഞാനങ്ങനെ ബോധരഹിതനായി വീഴാറുള്ളത് എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, വല്ലാഹില്ലദീ ലാ ഇലാഹ ഇല്ലാഹു. അല്ലാഹുവാണ് സത്യം, അല്ലാഹുവാണ് സത്യം. ഇൻ കുൻതു ലഅഅ്തമിദു ബികബ്ദി അലൽ അർളി മിനൽ ജൂഅ്. വിശപ്പ് കാരണം ഞാൻ എൻ്റെ നെഞ്ച് മണ്ണിനോട് ചേർത്ത് വെച്ച്, ഭൂമിയിലേക്ക് ചേർത്ത് വെച്ച് കിടന്നിട്ടുണ്ട് വിശപ്പ് സഹിക്കാൻ പറ്റാതെ. വഇൻ കുൻതു ലഅശുദ്ദുൽ ഹജറ അലാ ബത്നി മിനൽ ജൂഅ്. വിശപ്പ് കാരണം ഞാൻ എൻ്റെ വയറിനോട് കല്ല് ചേർത്ത് വെച്ച് കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാൻ സാധിക്കും. അദ്ദേഹം ഒരിക്കൽ കഠിനമായ വിശപ്പ് കൊണ്ട് ഏറെ തളർന്നിരിക്കുകയാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുന്നു, വലഖദ് ഖഅത്തു യൗമൻ അലാ തുരീഖിഹിം അല്ലദീ യഖ്റുജൂന ഫീഹി. വിശപ്പ് സഹിക്കാൻ പറ്റാതെ സ്വഹാബത്തൊക്കെ നടന്നു പോകുന്ന വഴിയിൽ ഞാനങ്ങ് ഇരുന്നു, വിശപ്പ് സഹിക്കാൻ സാധിക്കാതെ ഇരുന്നു. ഫമർറ ബി അബൂബക്കർ. ആ സമയത്ത് എൻ്റെ അരികിലൂടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു കടന്നുപോയി. ഫസഅൽതുഹു അൻ ആയത്തിൻ മിൻ കിതാബില്ലാ. ഞാൻ അദ്ദേഹത്തോട് അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്ന് ഒരായത്തിനെ കുറിച്ച് ചോദിച്ചു. മാ അസ്അലുഹു ഇല്ലാ ലിയുശ്ബിഅനി. ഞാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ആ ആയത്തിനെക്കുറിച്ച് ചോദിച്ചത് ആ ആയത്തിനെക്കുറിച്ച് എനിക്കറിയാത്തത് കൊണ്ടല്ല, മറിച്ച് ഞാനത് ചോദിച്ചത് ഇല്ലാ ലിയുശ്ബിഅനി. എൻ്റെ സംസാരത്തിലെ തളർച്ച കണ്ട്, എൻ്റെ ശരീരത്തിൻ്റെ ക്ഷീണം കണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് മനസ്സിലാകും എനിക്ക് വിശപ്പുണ്ട്, ഞാൻ ഏറെ തളർന്നിരിക്കുകയാണെന്ന് മനസ്സിലാക്കി എനിക്ക് ഭക്ഷണം തരും എന്ന ഉദ്ദേശത്തിലാണ് ഞാനത് ചോദിച്ചത്. ഫമറ വലം യഫ്അൽ. അദ്ദേഹത്തിന് മനസ്സിലായില്ല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചത് ഈ കാരണം കൊണ്ടാണ് എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായില്ല. അദ്ദേഹം കടന്നുപോയി. സുമ്മ മർറ ബി ഉമർ. അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ പിന്നീട് ഉമർ, ആ വഴിയിലൂടെ ഉമർ റളിയല്ലാഹു അൻഹു വന്നു. അദ്ദേഹത്തോടും ഞാൻ അള്ളാഹുവിൻ്റെ കിതാബിലെ ആയത്തിനെക്കുറിച്ച് ചോദിച്ചു. ഞാനത് ചോദിച്ചത് ആയത്തിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടല്ല,
എനിക്ക് എൻ്റെ തളർച്ച കണ്ട് എൻ്റെ ശരീരത്തിൻ്റെ ക്ഷീണം കണ്ട് എനിക്ക് ഭക്ഷണം നൽകുമെന്ന പ്രതീക്ഷയിലാണ് ഞാനത് ചോദിച്ചത്. നേരിട്ട് ചോദിക്കാൻ മടിയാണ്. മറ്റുള്ളവരിലേക്ക് കൈ നീട്ടാൻ, ആവശ്യങ്ങൾ പറയാൻ മഹാന്മാരായ സ്വഹാബത്തിന് വലിയ മടിയായിരുന്നു ഉണ്ടായിരുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അതുകൊണ്ടാണ് ഇങ്ങനെയൊരു മാർഗം സ്വീകരിച്ചത്. ഞാൻ ഉമറിനോടും ആയത്തിനെക്കുറിച്ച് ചോദിച്ചത് എൻ്റെ ക്ഷീണം കണ്ട്, എൻ്റെ തളർച്ച കണ്ട്, എൻ്റെ സംസാരം കണ്ട് അദ്ദേഹം എനിക്ക് ഭക്ഷണം നൽകുമെന്ന പ്രതീക്ഷയിലാണ് ചോദിച്ചത്. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹുവിനും അത് മനസ്സിലായില്ല. അദ്ദേഹവും കടന്നുപോയി. സുമ്മ മർറ ബി അബുൽ ഖാസിം പിന്നീട് എൻ്റെ അരികിലൂടെ, ആ വഴിയിലൂടെ അബുൽ ഖാസിം നടന്നുപോയി. ആരാണ് അബുൽ ഖാസിം? നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫതബസ്സമ ഹീന റആനി, എന്നെ കണ്ടപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുഞ്ചിരിച്ചു. വഅറഫ മാ ഫീ നഫ്സി വമാ ഫീ വജ്ഹി, എൻ്റെ ഉള്ളിലുള്ളത് എന്താണ് എന്നും എൻ്റെ മുഖത്തെ ഭാവം എന്താണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായി. വഖാല യാ അബൂ ഹുറൈറ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് പറഞ്ഞു, അബൂ ഹുറൈറ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. ഖുൽതു, ആ സമയത്ത് ഞാൻ പറഞ്ഞു, ലബ്ബൈക യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങയുടെ വിളിക്ക് ഞാൻ ഉത്തരം നൽകുന്നു എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും വീട്ടിൽ അന്വേഷിച്ച് നോക്കുമ്പോൾ ആകെ ആരോ ഹദിയയായി കൊടുത്ത കുറച്ച് പാല് മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ പാൽ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കുടിപ്പിക്കുകയും ചെയ്തു എന്ന് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതം എങ്ങനെയായിരുന്നു? ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, 2 മാസത്തോളം തുടർച്ചയായി മാ ഊഖിദ ഫീ അബിയാത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നാറുൻ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടുകളിൽ അടുപ്പ് പുകഞ്ഞിട്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്. വേവിച്ച് പാകം ചെയ്ത് കഴിക്കാൻ മാത്രമുള്ളൊരു ഭക്ഷണവും 2 മാസക്കാലം തുടർച്ചയായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലില്ലാത്ത അവസ്ഥ അവിടത്തേക്ക് വന്നിട്ടുണ്ട്. മഹാന്മാരായ സ്വഹാബത്ത് ചോദിച്ചു, ആ കാലങ്ങളിൽ എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവൻ നിലനിർത്തിയത് എന്ന് ചോദിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, അൽ അസ്വദാൻ അത്തംറു വൽ മാ, വെള്ളവും കാരക്കയും കഴിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ ജീവൻ നിലനിർത്തിയത് എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞതായി കാണാൻ സാധിക്കും. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പറഞ്ഞു, താഴ്ന്ന ഇനം കാരക്ക പോലും കഴിച്ച് വിശപ്പ് മാറ്റാൻ ഇല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ അവസ്ഥയിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാൻ സാധിക്കും. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തുടർച്ചയായ ഒരുപാട് രാത്രികളിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമ്പത്തുണ്ടാവുക എന്നത്, സുഭിക്ഷമായ ജീവിതം സാധ്യമാവുക എന്നത് അത് മഹത്വത്തിൻ്റെ മാനദണ്ഡമല്ല. അതൊരു മഹത്വത്തിൻ്റെയും ശ്രേഷ്ഠതയുടെയും മാനദണ്ഡമായിരുന്നെങ്കിൽ അങ്ങനെയുള്ള ജീവിതം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമായിരുന്നു. എന്നു മാത്രമല്ല സഹോദരങ്ങളെ, ദുനിയാവിൽ ദാരിദ്ര്യം അനുഭവിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾക്ക് പരലോകത്ത് പ്രത്യേക പരിഗണനയാണ് നൽകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇത്വലഅതു ഫിൽ ജന്ന, ഞാൻ സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ ഫറഅയ്തു അക്സറ അഹ്ലിഹൽ ഫുഖറാ, ആ സ്വർഗവാസികളിൽ അധിക ആളുകളും ദരിദ്രന്മാരായിരുന്നു, ദുനിയാവിൽ ദരിദ്രന്മാരായി ജീവിച്ചിരുന്ന ആളുകളായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു. ഖുംതു അലാ ബാബിൽ ജന്ന, ഞാൻ സ്വർഗത്തിൻ്റെ വാതിലിൽ നിന്നപ്പോൾ ഫഇദാ ആമതു മൻ ദഖലഹൽ മസാകീൻ, ആ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന അധിക ആളുകളും
അവർ മിസ്കീനുകളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. എന്നു മാത്രമല്ല സഹോദരങ്ങളെ, ഈ ഉമ്മത്ത് സഹായിക്കപ്പെടുന്നത്, ഈ ഉമ്മത്തിന് റിസ്ഖ് നൽകപ്പെടുന്നത് അത് ദുഅഫാക്കളെ കൊണ്ടാണ്, ദുർബലരെ കൊണ്ടാണ്, പാവങ്ങളെ കൊണ്ടാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ദാരിദ്ര്യം എന്ന് പറയുന്നത്, പട്ടിണിയും പ്രയാസവും എന്ന് പറയുന്നത് ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിഗണന ലഭിക്കാത്തത് കൊണ്ട് സംഭവിക്കുന്നതല്ല. മറിച്ച് സഹോദരങ്ങളെ, ഈ ദുനിയാവ് താൽക്കാലിക ജീവിതത്തിൻ്റെ കേന്ദ്രമാണ്. നമുക്ക് ശാശ്വതമായ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത് പരലോകത്താണ്. ആത്യന്തികമായി നോക്കുമ്പോൾ, ആത്യന്തികമായി ചിന്തിക്കുമ്പോൾ ദാരിദ്ര്യം നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേക പരിഗണന ലഭിക്കുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കാൻ സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സാധിക്കേണ്ടതുണ്ട്.